ആളുകൾ പിന്നെ ചതിക്കുമെന്നൊക്കെ അങ്ങനൊന്നുമില്ല. അത് ഭയങ്കര ഇതുവരെയൊക്കെ ഒരിക്കലും ആർക്കും അങ്ങനെ അവർ വോട്ട് കിട്ടിയില്ല. ഭയങ്കര സന്തോഷം തോന്നി. ഈ ഇലക്ഷൻ നടന്നു, പെട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ എഴുതി ക്യാമറ കളിക്കുന്ന ഇലക്ഷൻ നടന്നു. എല്ലാവരും പമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജിൻഡോ ജയിച്ചു 11 വോട്ട്. ആരും വിചാരിച്ചില്ല. അപ്പൊ ഒരുപാട് ആളുകളുടെ ഇത് ആര് ചെയ്തെന്ന് അറിഞ്ഞൂടല്ലോ. എനിക്കറിയാം, 11 പേരെ അറിയാം. 11 പേരെ എനിക്കറിയാം. ഞാൻ അവരെങ്ങനെ മൽക്കേറ്റ് നമ്മുടെ സൈഡിലേക്ക് എത്തിക്കാൻ കൊണ്ടുവരാൻ നോക്കി. കാരണം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി, നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. നാല് പീസാക്കിയിട്ട് നിങ്ങളെ ടെക്നിക്കാലിറ്റി എന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. എനിക്ക് മുഖം ഇങ്ങനെ ആക്കാൻ വേണ്ടിയുള്ള തണുത്ത ടവൽ വേണം. അവരെ നമ്മുടെ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പല രീതിയിൽ ഗെയിം കളിച്ച് അവരെ നമ്മുടെ അടുത്തേക്ക് നമ്മൾ എത്തിച്ച് നമ്മൾ ആവശ്യമാണ്, നമ്മൾ അവരെ കൂടെ നിൽക്കേണ്ട ആവശ്യം. പിന്നെ ഈ ഞാൻ പോയിട്ടുള്ള ഹോട്ടലുകളിലൊക്കെ ഈ ടവൽസിനൊക്കെ ഓരോ ഡിസൈനൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഓരോ ഡിസൈനുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്ത് മാറ്റി പിടിച്ചത്? നോർമലാക്കി ഡിസൈൻ വെക്കാതെ. ഡിസൈൻ വേണ്ടെന്ന്. അതിന് ഇവിടെ ടവല് പോലും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്യാൻ പോണേ. ഇപ്പം ബ്ലാങ്കറ്റ് അല്ല, എനിക്ക് മുഖം തുടയ്ക്കാനുള്ള ഇത് മാറ്റിപ്പിടി കേട്ടാ, ഇത് മാറ്റിപ്പിടിയേ. ഈ ഓണർ ഈ ഹോട്ടൽ പൂട്ടിക്കാൻ നടക്കുകയാണ്. എന്നിട്ട് എല്ലാവരും എന്നെ ആവശ്യമാണെന്നൊരു ഫീൽ അവക്കായി. അങ്ങനല്ല, ജിൻഡോയുടെ സ്നേഹം ഉണ്ടെന്നുള്ളതാണ് ജിൻഡോ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അകത്ത് സ്നേഹം ഉണ്ട്, പക്ഷെ അതുകൊണ്ടാണല്ലോ വോട്ട് ചെയ്തത്. അപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗെയിമിൽ മത്സരിക്കും, പക്ഷെ അകത്ത് സ്നേഹം ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരും പറയും. അപ്പൊ ഈ 11 പേരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ജിൻഡോയ്ക്ക് പറ്റിയില്ലേ? അടിപൊളി. ഇത്രയും പേരുള്ള ഈ 15, 10 അന്ന് 17 പേരെ കണ്ടായുള്ളൂ. അതിനകത്ത് 11 പേര് എനിക്ക് വോട്ട് ചെയ്തു. അത് ഭയങ്കര അത്രയും എനിക്കും ജീവിതത്തിൽ കിട്ടിയാണ് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഇവിടെ നിന്നിട്ട് ഒരു 11 വോട്ട് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ സംഭവം. സല്ലാമൻ ദിലീപിന്റെ സിനിമ പോതന്തേ. കുമാരൻ പറയരുത് എന്റെ പിതാവേ. നീ ഇവന്റെ കൂടെ ഇരുട്ടത്തിരുത്തി വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഡയലോഗ് മാറി പറഞ്ഞു കൊടുക്കും. അല്ല, ഇന്ന് മുതൽ നീ ഇവന്റെ കൂടെ ഈ റൂമിൽ കിടക്കണം. അതാക്കണം. നീ ഇവിടെ വാ പെങ്കൊച്ച്. അതാണ് എനിക്ക്